കെമിസ്ട്രിയിലെ ഈ കാര്യം ഉറപ്പായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഏത് കാര്യം എന്നല്ലേ? അതിനു മുമ്പേ എല്ലാവർക്കും മേഘണിന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് നമ്മൾ ആ പഠിച്ചിട്ടില്ലാത്ത ആ ഒരു കാര്യം എന്നുള്ളതാണ്. നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോവാം. മറ്റൊന്നുമല്ല, അലോയ്സിനെ കുറിച്ചാണ്, ലോഹ സങ്കരത്തിനെ കുറിച്ചാണ്. വാട്ട് ഈസ് അലോയ്സ്? ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് അലോയ്സ്, മെൻഷൻ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ആൻഡ് ദെയർ യൂസസ്. എന്താണ് ലോഹസങ്കരം? ലോഹസങ്കരത്തിന് 2 ഉദാഹരണങ്ങൾ എഴുതുക. അതേപോലെ തന്നെ അവയിലെ ഘടക മൂലകങ്ങളും ഉപയോഗങ്ങളും എഴുതുക. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആദ്യം നമുക്ക് പരിശോധിക്കാനുള്ളത് എന്താണ് അലോയ്സ് എന്നുള്ളതാണ്. മക്കളെ ഇവിടെ ശ്രദ്ധിക്കണേ. അതായത് എ എന്നത് ഒരു എലമെന്റ്സ് ആണ്. ഓക്കെ, ബി എന്നതും ഒരു എലമെന്റ്സ് ആണ്. അതേപോലെ തന്നെ സി എന്നത് ഒരു എലമെന്റ്സ് ആണ്, ഡി എന്നത് ഒരു എലമെന്റ്സ് ആണ്. ഇതൊക്കെ എലമെന്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങളാണെന്ന് വിചാരിക്കാം. 2 അതിലധികമോ മൂലകങ്ങൾ ചേരുന്നതും അഥവാ 2 അതിലധികമോ എലമെന്റ്സുകൾ കൂടി ചേരുന്നതും ഒന്നെങ്കിലും മെറ്റൽ അല്ലെങ്കിൽ ലോഹമായിട്ടിരിക്കുന്നതുമായിട്ടുള്ള ആ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോഹസങ്കരം എന്ന് പറയുന്നത്. അതായത് എലമെന്റ്സ് എത്ര വേണം ഉണ്ടായിക്കോട്ടെ, 2 അതിലധികമോ ഉണ്ടായിക്കോട്ടെ, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും എന്തായിരിക്കണം? അതിൻ്റെ അകത്ത് മെറ്റൽ അല്ലെങ്കിൽ ലോഹമായിരിക്കണം. ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ABCDയിൽ സപ്പോസ് ഈ ഒരൊറ്റ ഒന്ന് അല്ലെ, ഈ ഒരൊറ്റ ഒന്ന് ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മെറ്റൽ അല്ലെങ്കിൽ ലോഹമാണെങ്കിൽ ഇതെന്താണ്? ലോഹസങ്കരമാണ് അല്ലെങ്കിൽ അലോയ്സ് ആണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോ എത്ര എലമെന്റ്സ്, എത്ര മൂലങ്ങളായിക്കോട്ടെ, പക്ഷെ അതിൽ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും എന്തായിരിക്കണം? മെറ്റൽ ആയിട്ടുള്ളതാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം മക്കളെ? അതിനെ വിളിക്കുന്ന പേരാണ് അലോയ്സ് അല്ലെങ്കിൽ ലോഹസങ്കരം. ഇനി മക്കൾക്ക് പഠിക്കാനുള്ളത് 3 അലോയ്സിനെ കുറിച്ചാണ് അല്ലെ. 3 അലോയ്സുകളെ കുറിച്ചാണ് നമുക്ക് 10ാം ക്ലാസ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ആളെ പേരാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെ, മലയാളത്തിൽ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് തന്നെയാണ് പറയാ, മാറ്റൊന്നുമില്ല. ഓക്കെ, സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് നിക്രോം എന്ന് പറഞ്ഞിരിക്കുന്ന ആള്. ഒരുപക്ഷെ നിങ്ങൾ ഫിസിക്സിലൊക്കെ കേട്ട ആളാണ് നിക്രോം. റെഡി. മൂന്നാമത്തെ ആളാണ് അൽ നിക്കോ. ഇങ്ങനെ 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അൽ നിക്കോ. റെഡി. ഇങ്ങനെ 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2 എണ്ണം മാത്രമേ ചോദിച്ചുള്ളൂ. പക്ഷെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ 3 എണ്ണം ഉണ്ട്. നമ്മൾ ആ 3 എണ്ണത്തിനെ പറ്റി ഒന്ന് വിശദമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണ് അല്ലെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ അകത്തുള്ള ഘടക മൂലങ്ങൾ, കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിങ്ങൾ ഓർത്തു വെക്കുക, നിക്കൽ ഉണ്ട്, ക്രോമിയം ഉണ്ട്, അയേൺ ഉണ്ട്, കാർബൺ ഉണ്ട്. ഇങ്ങനെ ഓർക്കുക. നിക്രോഫിക്ക എന്നോർക്കാം കേട്ടോ. നിക്കല്, ക്രോമിയം, അയേൺ, അതേപോലെ തന്നെ കാർബൺ. അതേപോലെ തന്നെ ഇതിന്റെ അകത്തും നിക്കൽ ഉണ്ട്, ക്രോമിയം ഉണ്ട്, അയേൺ ഉണ്ട്, കാർബൺ ഉണ്ട്. എന്താ സാർ, 2ന്റെ അകത്തും ഒരേ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ്, പക്ഷെ 2ന്റെയും പേര് വ്യത്യസ്തമാണല്ലോ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ, ഈ നിക്കൽ ഇവിടെ എത്രയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ചേ ഉപയോഗിക്കും. അളവുകളിൽ എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഡിഫറെന്റ് ആയിട്ടുള്ള പേര് വന്നത്. മനസ്സിലായല്ലോ മക്കളെ? മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ നിക്കൽ ഇപ്പോൾ ഒരു 100% ഉപയോഗിച്ചതെങ്കിൽ ഇവിടെ ഒരു 80% മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ ഒരു 90% ഉപയോഗിച്ചെങ്കിൽ ഇവിടെ ഒരു 60% ഉണ്ടാവുള്ളൂ. അപ്പൊ അളവുകളിൽ എന്താണ്? ഇവരൊക്കെ അളവുകളിൽ തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അതിനാൽ തന്നെ ഇതിന് ഡിഫറെന്റ് ആയിട്ടുള്ള പേരായിരിക്കും. റെഡിയാണല്ലോ. ഇനി അൽനിക്കോ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു അലോയ്സിന്റെ അകത്ത് അലൂമിനിയം ഉണ്ട്, നിക്കൽ ഉണ്ട്, കൊബാൾട്ട് ഉണ്ട്, അതേപോലെ തന്നെ അയേൺ ഉണ്ട് കേട്ടോ. അൽനിക്കോഫി എന്ന് ഓർക്കുക. അൽനിക്കോഫി മറക്കരുത്. എന്ത് കോഫി? അൽനിക്കോഫി. അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ യൂസസുകളാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ സാധാരണയായിട്ട് നമ്മൾ കിച്ചൺ യൂട്ടൻസിൽസിലാണ് അല്ലെ, അടുക്കള ഉപകരണങ്ങളിലാണ് ഉപയോഗിക്കാറുള്ളത്. നിക്രോം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് ഹീറ്റിംഗ് കോയിലുകൾ അല്ലെ, ഹീറ്റിംഗ് കോയിൽസ്. നമ്മളൊക്കെ ഇവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. സ്ഥിരപ്പെട്ടിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഹീറ്റിംഗ് കോയിൽസുകൾ ഉണ്ട്. ഇനി അൽനിക്കോഫി അഥവാ അൽനിക്കോ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിന്റെ നിർമ്മാണത്തിനാണ് കേട്ടോ. മാഗ്നറ്റ് അഥവാ കാന്ത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ്. ഈ 3 എണ്ണം കൃത്യമായിട്ട് മക്കൾ പഠിച്ചു വെക്കുക. ആദ്യം അതിന്റെ പേര് പഠിച്ചു വെക്കുക. അതിൻ്റെ അകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഇത് പഠിച്ചാൽ ഇത് ഫ്രീ.
കേട്ടോ. രണ്ടെണ്ണത്തിനും ഒരേ ആളുകൾ തന്നെയാണ് വരുന്നത്. അൽനിക്കോന്റെ അകത്ത് മാത്രമേ നമ്മൾ വ്യത്യാസമുള്ളൂ. അൽനിക്കോ എന്ന് കേൾക്കുമ്പോൾ അൽനിക്കോഫി എന്ന് ഓർക്കുക കേട്ടോ. ബാക്കി സ്റ്റെയിൻലെസ് സ്റ്റീലും നിക്രോമും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിക്രോഫിക്ക എന്ന് ഓർക്കുക കേട്ടോ. അതിന് ഓരോന്നിനും ഉള്ള യൂസസുകൾ, ഇത് കിച്ചൺ അടുക്കള ഉപകരണങ്ങൾക്ക് ഉപയോഗിക്കുന്നു, ഇത് ഹീറ്റിംഗ് കോയിലുകൾക്കായിട്ട് ഉപയോഗിക്കുന്നു, അതേപോലെ തന്നെ ഇത് മാഗ്നറ്റ് അഥവാ കാന്ത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിലേതെങ്കിലും ഇഷ്ടമുള്ള രണ്ടെണ്ണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാലോ? ഇമ്പോർട്ടന്റ് അല്ല എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റിവെക്കുന്ന ഒരു 90% കുട്ടികൾ മാറ്റിവെക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇത് അലോയ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ കയ്യിൽ നിന്ന് എന്തായി പോരുത്, അത് സ്ലിപ്പായി പോരുത്. അതുകൊണ്ടാണ് നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടന്റിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏകണ്ട ലൈവ് ക്ലാസ്സുകളൊക്കെ എങ്ങനെ എന്താണ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ കെമിസ്ട്രിയിൽ നേരിടുന്ന സംശയങ്ങളും അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ പഠിച്ചിട്ട് മനസ്സിൽ നിൽക്കാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് 15-ാം തീയതി 7:30 നമ്മളെ ഒരു കെമിസ്ട്രീന്റെ ഒരു എന്താണ് ലൈവ് വരുന്നുണ്ട്. നിങ്ങളെ എല്ലാ സംശയങ്ങളും എന്താണ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ലൈവ് വരാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, മക്കൾ കൃത്യസമയത്ത്, അതായത് 15-ാം തീയതി 7:30 തന്നെ എന്ത് ചെയ്യുക, ലൈവിൽ എത്തിച്ചേരുക. ബാക്കി നമുക്ക് അവിടെ വെച്ച് അടിച്ചു പൊളിച്ച് പഠിക്കാം. സോ ചിൽഡ്രൻസ്, ഗുഡ് ബൈ.